ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ചെയ്താലോ. അതും ബണ്ണ് കൊണ്ട്. ബണ്ണ് എനിക്ക് ചുമ്മാ തിന്നാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ചെയ്തു നോക്കാറുള്ള ഒരു റെസിപ്പിയാണ്. അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് കരുതി. ആദ്യം അതിന് വേണ്ടത് സവാളയാണ്. സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം വേണ്ടത് തക്കാളിയാണ്. തക്കാളിയും ചെറുതായിട്ട് അരിയുക. പിന്നെ ചെറിയൊരു പച്ചമുളക് എടുക്കുക, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ബണ്ണിനെ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതിനിടയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പച്ചക്കറികൾ അരിഞ്ഞത്. അതിനുശേഷം സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതൊന്ന് ചൂടാകട്ടെ. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാവേ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഇട്ടിട്ട് വരട്ടി എടുക്കാവേ നല്ലതുപോലെ. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള ഒന്നും കൂടെ നല്ലതായിട്ട് വരണ്ട് കിട്ടും കേട്ടോ. സവാള ഒന്ന് നല്ലതുപോലെ വരണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ. തക്കാളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഗരം മസാല, അതേപോലെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. പിന്നെ ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചിടുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടി. എൻ്റെ ഈ മുട്ട ഉള്ളത് കൊണ്ടാണ് ഞാൻ മുട്ട ഇട്ടത്. നിങ്ങളുടെ ഈ വറുത്ത ചിക്കൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ പീസ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസ് നമുക്ക് ബണ്ണിനകത്തോട്ട് തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ തേക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കല്ലാതെ തന്നെ ഈ മിക്സ് വെച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ ഉണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് ഈ ബണ്ണിനകത്തോട്ട് വെച്ച് കൊടുക്കാവേ. ഞാൻ പിന്നെ കുറച്ച് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കടിക്കുമ്പോൾ കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഇത് രണ്ടും കൂടെ വെച്ച് ബണ്ണ് അടയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.